Everstrong Learning. Welcome all of you to Everstrong Learning. Now we have the unit 3 which is Meow. അപ്പം എല്ലാ കൂട്ടുകാർക്കും എവർസ്ട്രോങ് ലേണിംഗിലേക്ക് സ്വാഗതം. നമുക്ക് മിയാവ് എന്ന ചാപ്റ്ററിലേക്ക് പോവാം. കൂട്ടുകാർക്കെല്ലാം അറിയാലോ അല്ലേ, ആരാ നമ്മളോട് മിയാവ് മിയാവ് എന്ന് പറയാ? അതെ, അ കാറ്റ് അല്ലേ, പൂച്ച. സോ ലെറ്റ് us ലേൺ ദ സ്റ്റോറി. The puppy was sleeping on a mat near the sofa. Meow! He heard a sound. എന്താണ് കൂട്ടുകാരെ ഇവിടെ പറഞ്ഞത്? ഒരു പപ്പി ഒരു മാറ്റിൻ്റെ മുകളിൽ കിടക്കുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു. സോഫയുടെ അടുത്താണ് ആ മാറ്റുള്ളത്. അപ്പം എന്താണ്, പെട്ടെന്ന് പപ്പി ഒരു ശബ്ദം കേട്ടു. മിയാവ്! ഹി ഹേർഡ് എ സൗണ്ട് അല്ലേ? അപ്പോൾ ആരാണ് മിയാവ് എന്ന് പറഞ്ഞത്? ഇനി എന്താ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് കൂട്ടുകാർക്കറിയാമോ? അതെ, മിയാവ് എന്ന് പറഞ്ഞത് ഒരു കാറ്റാണ് അല്ലേ? പപ്പിക്ക് അത് മനസ്സിലായോ എന്ന് നോക്കണ്ടേ? The puppy raised his head. He looked around. പപ്പി പെട്ടെന്ന് തല ഉയർത്തി നോക്കി, എന്നിട്ട് ചുറ്റും നോക്കി. What will he see? എന്തായിരിക്കും കാണുക? കൂട്ടുകാർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോക്കാം നമുക്ക്. Oh, nobody is there. Oh, nobody is here. He started sleeping again. Meow. ഇവിടെ ആരുമില്ല. അങ്ങനെ പിന്നെയും കിടന്നുറങ്ങി. അപ്പോൾ പിന്നെയും കേട്ടു അല്ലേ സൗണ്ട്. വാട്ട് വിൽ ദ പപ്പി ഡു നൗ? ഇപ്പം പപ്പി എന്ത് ചെയ്യും? ഹു ഇസ് ദേർ? ആസ്ക്ഡ് ദ പപ്പി. ഹി ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. നോബഡി ഈസ് ഹിയർ. ആരാ അവിടെ എന്ന് പപ്പി ചോദിച്ചു. എന്നിട്ടോ ഒരു ബെഡിനടിയിൽ പോയി നോക്കി. പക്ഷെ അവിടെ ആരും കണ്ടില്ല. വിൽ ഹി സീ ദ കാറ്റ്? കൂട്ടുകാർക്കറിയാമോ, പൂച്ചയെ കാണുമോ പപ്പി? നോക്കാം നമുക്ക്. Then he searched under the table. Nobody was there. പിന്നെ എന്ത് ചെയ്തു? എവിടെയാ സെർച്ച് ചെയ്ത്? Where did he search? Under the table. Yes. ടേബിളിനടിയിൽ നോക്കി അല്ലേ? പക്ഷേ nobody was there. ആരും അവിടെ ഇല്ലായിരുന്നു. Where is the cat now? Will the puppy see the cat? അപ്പോൾ കാറ്റ് ഇപ്പോൾ എവിടെയാണുള്ളത്? പപ്പി കാറ്റിനെ കാണുമോ? നമുക്ക് നോക്കാം. He climbed onto the window and looked out. He saw a rooster in the yard. അപ്പം എന്ത് ചെയ്തു? ഈ പപ്പി ഈ ജനലിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി എന്നിട്ട് പുറത്തേക്ക് നോക്കി. അപ്പം ആരെയാ കണ്ടത്? യെസ്, എ റൂസ്റ്റർ. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി അല്ലേ? പൂവൻ കോഴിയെ കണ്ടു. മുറ്റത്താണ് കണ്ടത്, യാർഡിലാണ് കണ്ടത്. വാട്ട് വിൽ ദ പപ്പി ഡു? പപ്പി എന്താ ചെയ്യുക? നമുക്ക് നോക്കാം. ദ പപ്പി റാൻ ടു ദ റൂസ്റ്റർ. ഹൂ സെഡ് മ്യാവ്? ഹി ആസ്ക്ഡ് ദ റൂസ്റ്റർ. ദ റൂസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സാങ് കൊക്കഡുഡുഡു. സോ വാട്ട് ഹാപ്പൻഡ്? ദ പപ്പി എന്ത് ചെയ്തു? ഈ പൂവൻകോഴിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് ചോദിച്ചു, ആരാണ് മ്യാവ് എന്ന് പറഞ്ഞത്? അപ്പോൾ ഈ പൂവൻകോഴി അതിൻ്റെ ചിറകടിച്ചു അല്ലേ? ഫ്ലാപ്ഡ് ഹിസ് വിങ്സ്, ചിറകടിച്ചു. എന്നിട്ട് പാടി. എന്താ പാടിയത്? കൊക്കഡുഡുഡു. പൂവൻകോഴിയുടെ ഒച്ച പുറത്തേക്ക് പാടി കേൾപ്പിച്ചു. വേർ ആർ ദ പപ്പി ആൻഡ് ദ റൂസ്റ്റർ? പപ്പിയും റൂസ്റ്ററും ഇപ്പോൾ എവിടെയാണ്? ലെറ്റ് us have a look. Can you say meow? asked the puppy. I cannot. I only say cock-a-doodle-doo, said the rooster. അപ്പോൾ പപ്പി ചോദിച്ചു, നിനക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ആകെ പറയാൻ പറ്റുന്നത് കൊക്കഡുഡുഡു എന്നാണെന്ന് റൂസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഈ റൂസ്റ്ററിന്, ഈ പൂവൻകോഴിക്ക് അതേ പറയാനും പറ്റുമെന്ന് പൂവൻകോഴി പറഞ്ഞു പപ്പിയോട്. വാട്ട് വിൽ ദ പപ്പി ഡു ദെൻ? പപ്പി പിന്നെ എന്തായിരിക്കും ചെയ്യുക? മ്യാവ്. ദ പപ്പി ഹേർഡ് ദ സൗണ്ട് അഗൈൻ. പപ്പി വീണ്ടും ആ ശബ്ദം കേട്ടു. മ്യാവ് എന്നുള്ള സൗണ്ട് കേട്ടു. He saw a kennel nearby. Kennel എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ?
അതെ, ഒരു ഡോഗിൻ്റെ ഒരു ഡോഗിൻ്റെ ഒരു കൂടിനാണ് നമ്മൾ കെനൽ എന്ന് പറയാം. ഇറ്റ് മസ്റ്റ് ബി ഹിയർ സെറ്റ് ദ പപ്പി. അപ്പം എന്താണ്, ഈ മ്യാവ് എന്ന് വെച്ചുണ്ടാക്കിയ സാധനം ഇതിനുള്ളിൽ ഉണ്ടാവുമെന്ന് പപ്പി വിചാരിച്ചു, കെനലിനുള്ളിൽ. ഹി വാക്ക്ഡ് ടു ദ കെനൽ. അപ്പോൾ കെനലിൻ്റെ അടുത്തേക്ക് പോയി ആര്, പപ്പി. അപ്പം എന്താ സംഭവിച്ചത്? വെർ ഇസ് ദ ക്യാറ്റ് നൗ? ഹു ഇസ് ഇൻസൈഡ് ദ കെനൽ? അപ്പോൾ ക്യാറ്റ് ഇപ്പോൾ എവിടെ പോയി? ആരാണ് കെനലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക? ഹി സോ എ ഡോഗ് ഇൻ ദ കെനൽ. യെസ് കൂട്ടുകാരെ, ഡോഗിനല്ലേ കെനലിനുള്ളിൽ കാണാം. അപ്പം എന്താണ്, ഒരു പട്ടിയെ കണ്ടു കെനലിൻ്റെ ഉള്ളിൽ. പട്ടിക്കൂടിനാണ് നമ്മൾ കെനൽ എന്ന് പറയുക. വാസ് ദാറ്റ് യു? വാട്ട്? യു സെഡ് മിയാവ് റൈറ്റ്? മീ? ബൗ വൗ. ആർ യു ജോക്കിംഗ് പപ്പി? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. സോ വാട്ട് ഹാപ്പൻഡ്? അതെ, അപ്പോൾ ഈ ഡോഗിനെ കണ്ടു. അപ്പോൾ ഈ പൂച്ച ചോദിച്ചു, അത് നീ ആയിരുന്നോ? അപ്പം ഡോഗ് ചോദിക്കുകയാണ്, എന്ത്? നീ അല്ലേ പറഞ്ഞത് മിയാവുന്ന് അല്ലേ എന്ന് ചോദിച്ചു. ആര്? അതെ, ഈ പൂച്ച ചോദിച്ചു, അല്ല ഈ പട്ടിക്കുട്ടി പപ്പി ചോദിച്ചു. അപ്പോൾ പപ്പി ചോദിച്ചു, നീ അല്ലേ അങ്ങനെ മിയാവെന്ന് വെച്ച് ഉണ്ടാക്കിയത്? മീ? ബൗ വാവ്. ഞാനോ? പട്ടി ചോദിച്ചു. ഞാൻ ബൗ വാവ് എന്നാണ് ഒച്ച ഉണ്ടാക്കുക. നീ എന്താ തമാശ കളിക്കാണോ? ആർ യു ജോക്കിംഗ് പപ്പി? നീ എന്താ പപ്പി തമാശ കളിക്കാണോ എന്ന് ചോദിച്ചു. ദ ഡോഗ് ഗോട്ട് ആംഗ്രി. അപ്പം എന്താണ്, ഈ നായ്ക്ക് ദേഷ്യം വന്നു. Who got angry, children? Yes, the dog got angry. Will he attack the puppy? Puppy എന്ത് attack ചെയ്യോ ഈ ഡോഗ്? The puppy was afraid. He rushed to the garden. He hid under a bush. പപ്പി എന്താണ്, പപ്പി പേടിച്ചു പോയി. അപ്പം അങ്ങനെ പപ്പി പേടിച്ച് ഗാർഡനുള്ളിലേക്ക്, ഒരു ബുഷിനുള്ളിലേക്ക് പോയി ഒളിച്ചു. Will the puppy find the cat? The puppy, ഇനി പപ്പി പൂച്ചേനെ കാണുമോ? നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാൻ പറ്റുമോ? The puppy saw a honeybee on a flower. It must be him, thought the puppy. You said meow, didn't you? പപ്പി എന്ത് ചെയ്തു? ഒരു തേനീച്ചയെ കണ്ടു ഒരു പൂവിൻ്റെ മുകളിൽ. അപ്പം അത് അവനായിരിക്കും, തേനീച്ച ആയിരിക്കും മിയാവ് എന്നുള്ള ഒച്ച ഉണ്ടാക്കിയത് പപ്പി വിചാരിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ അല്ലേ മിയാവ് എന്ന് പറഞ്ഞത് അല്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്തായിരിക്കും ഹണി ബീ പറയുക? വാട്ട് വിൽ ദ ഹണി ബീ സേ? മീ? ഞാനോ? ബസ്റ്റ് ദ ഹണി ബീ. ഗോ അവേ, ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. അയ്യോ, വാട്ട് ഹാപ്പൻഡ്? ഞാനാണോ ഒച്ച ഉണ്ടാക്കുക? ഞാൻ എങ്ങനെയാ ഒച്ച ഉണ്ടാക്കുക? അങ്ങനെ ഞാനും യാവുന്നൊന്നും ഞാനല്ല പറഞ്ഞതല്ലേ. അപ്പോൾ ആണ് എൻ്റെ ഒച്ച. അങ്ങനെ പറഞ്ഞു. എന്നിട്ടോ പോവാൻ പറഞ്ഞു പപ്പീനോട്, എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ടോ ഈ പപ്പീനെ മൂക്കിൻ്റെ മുകളിൽ ഒരു കുത്തും വെച്ച് കൊടുത്തു. സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. അയ്യോ എന്ന് പറഞ്ഞ് പപ്പി ഓടടാ ഓട്ടം. വൈ ഡിഡ് ദ ഹണി ബി ചേസ് ദ പപ്പി? ഹണി ബി എന്തിനായിരിക്കും പപ്പീനെ ചേസ് ചെയ്തിട്ടുണ്ടാവുക? പപ്പീനെ പുറകെ ഓടിയത് എന്തിനായിരിക്കും? The puppy jumped into a pond. The honeybee went back. The puppy came out. Meow, somebody said again. അപ്പം എന്താണ്, ഹണീബി പപ്പിയുടെ പുറകെ ഓടിയത് ഹണീബീന് കുത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? പപ്പിയുടെ കുത്താനാവും. ആദ്യം ഒരു കുത്ത് കിട്ടി, വീണ്ടും കുത്താൻ വേണ്ടി ഓടിയതാ. അപ്പം എന്താണ്, ദ പപ്പി ജംപ്ഡ് ഇൻ ടു എ പോണ്ട്, ഒരു കുളത്തിലേക്ക് ചാടി. അപ്പോൾ ഹണീബി തിരിച്ചു പോയി. ഇനി വെള്ളത്തിൽ വീണാൽ ഹണീബിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഹണീബി അതുകൊണ്ട് തിരിച്ചു പോയി. ദ പപ്പി കെയിം ഔട്ട്. പപ്പി പുറത്തേക്ക് വന്നു. മിയാവ്, സംബഡി സെഡ് അഗൈൻ. അപ്പം വീണ്ടും അതാ കരയുന്ന ഒച്ച കേട്ടു. മിയാവ്, അതാരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പപ്പിക്ക് മനസ്സിലായി. വെർ ഇസ് ദ ക്യാറ്റ് നൗ? വിൽ ദ പപ്പി സീ ദ ക്യാറ്റ്? ഇപ്പോൾ പൂച്ച എവിടെയാണ്, ക്യാറ്റ് എവിടെയാണുള്ളത്? പപ്പി ക്യാറ്റിനെ കാണുമോ? ദ പപ്പി സോ എ ഫ്രോഗ്. ക്യാൻ യു സേ മിയാവ്? Croak, croak. What a silly puppy. Frogs can only croak. The frog jumped into the water. അപ്പോൾ പപ്പി എന്ത് ചെയ്തു? പപ്പി സോ എ ഫ്രോഗ് അല്ലേ? പപ്പി ഒരു തവളയെ കണ്ടു. നിനക്ക് പറയാൻ പറ്റുമോ മിയാവെന്ന്? തവളയോട് ചോദിച്ചു. ക്യാൻ യു സേ മിയാവ് ചോദിച്ചു. ക്രോക്ക് ക്രോക്ക്. വാട്ട് എ സില്ലി പപ്പി. അപ്പോൾ തവള എന്ത് ചെയ്തു? ക്രോക്ക് ക്രോക്ക് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ എന്താ, നീ ഇത്ര നിസ്സാരക്കാരനാണോ പപ്പി? നീ ഇത്ര സില്ലിയാണോ? Frogs can only croak.
അപ്പോൾ ഫ്രോഗ്സിന് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ക്രോക്ക് ക്രോക്ക് എന്ന് കരയാനേ പറ്റുള്ളൂ എന്ന് ഫ്രോഗ് പറഞ്ഞു. എന്നിട്ട് ഫ്രോഗ് ഒരൊറ്റ ചാട്ടം ചാടി. ഫ്രോഗ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. വെള്ളത്തിലേക്ക് ചാടി. വേർ വിൽ ദ പപ്പി ഗോ നൗ? ഇനി പപ്പി എവിടെ പോവും? ദ പപ്പി വെന്റ് ഹോം. ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. പപ്പി തിരിച്ചു വീട്ടിൽ പോയി. അവൻ നനഞ്ഞിരുന്നു അല്ലേ കൂട്ടുകാരെ? പിന്നെയോ സാഡും ആയിരുന്നു. കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. വൈ ആർ ദ ഡോഗ് ആൻഡ് ദ റൂസ്റ്റർ ലുക്കിംഗ് അറ്റ് ദ പപ്പി? എന്തിനായിരിക്കും ഈ ഡോഗും ഈ റൂസ്റ്ററും ഒക്കെ പപ്പീനെ നോക്കി നിൽക്കുന്നേ? നിങ്ങൾക്ക് എന്ത് ഐഡിയ ഉണ്ടോ കൂട്ടുകാരെ? നനഞ്ഞൊട്ടി സാഡായി പോകുന്ന പപ്പിയെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയതാവാം അല്ലേ? He lay on the mat near the cot. Suddenly he heard meow. So what happened? അവനാ മാറ്റിൻ്റെ മുകളിൽ, കട്ടിലിനടുത്തുള്ള മാറ്റിൻ്റെ മുകളിൽ കിടക്കുകയാണ് പപ്പി. പെട്ടെന്ന് അവൻ കേട്ടു മ്യാവ് എന്നുള്ള സൗണ്ട്. വിൽ ദ പപ്പി ഫൈൻഡ് ദ ക്യാറ്റ്? പപ്പി ഇനി ക്യാറ്റിനെ കണ്ടുപിടിക്കുമോ? നോക്കാം നമുക്ക്. He jumped up and saw a fat cat sitting on the table. അപ്പം ഈ പപ്പി എന്ത് ചെയ്തു? ഒന്ന് മുകളിലോട്ട് ചാടി നോക്കിയപ്പോൾ കണ്ടു ഒരു തടിച്ചു കൊഴുത്ത പൂച്ച ഒരു മേശപ്പുറത്ത് മുകളിൽ കയറിയിരിക്കുന്നു. മേശപ്പുറത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. അങ്ങനെ വേർ ഇസ് എ ക്യാറ്റ്? വാട്ട് വിൽ ദ പപ്പി ഡു? അപ്പോൾ ക്യാറ്റ് എവിടെയാണ് ചിൽഡ്രൻ? യെസ്, ഹീ സിറ്റിംഗ് ഓൺ ദ ടേബിൾ. വാട്ട് വിൽ ദ പപ്പി ഡു നൗ? Bow wow! The puppy barked at the cat. The cat arched her back and hissed. Shh! What happened? പപ്പി എന്ത് ചെയ്തു? ചാടി കുരച്ചു അല്ലേ? ഒറ്റ കൊര. Bow wow! The puppy കാറ്റിന് നേരെയാണ് കുരച്ചത് അല്ലേ? barked at the cat. ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പപ്പിയുടെ സൗണ്ടിനാണ് ബാർക്കിംഗ് എന്ന് പറയുക അല്ലേ? അപ്പോൾ ദ ക്യാറ്റ് എന്ത് ചെയ്തു? അതിൻ്റെ ബാക്ക് എന്ത് ചെയ്തു? ആർച്ച് ചെയ്തു, ഒന്ന് വളച്ചു. കണ്ടില്ലേ? ഈ പിക്ചർ കണ്ടില്ലേ? ഒന്ന് വളച്ചു. എന്നിട്ട് പറഞ്ഞു ഷ് എന്ന് പറഞ്ഞു. ഹൂ ഈസ് ആംഗ്രി? വിൽ ദ പപ്പി ബൈ ദ ക്യാറ്റ്? ആരാണിപ്പം ദേഷ്യപ്പെട്ടത്? ഇനി പപ്പി ഈ ക്യാറ്റിനെ കടിക്കുമോ? നമുക്ക് നോക്കാം. ദ ക്യാറ്റ് ജംപ്ഡ് അറ്റ് ദ പപ്പി. ക്യാറ്റ് എന്ത് ചെയ്തു? പപ്പീൻ്റെ മുകളിലേക്ക് ചാടി. എന്നിട്ടോ മ്യാവ് എന്ന് പറഞ്ഞ ഒച്ചയുണ്ടാക്കി. അപ്പോൾ വാട്ട് ഡിഡ് ദ ക്യാറ്റ് ഡു? ക്യാറ്റ് എന്താ ചെയ്തത്? വിൽ ദ പപ്പി ഗെറ്റ് ഹേർട്ട്? പപ്പിക്ക് വേദനയാവുമോ? നോക്കാം നമുക്ക്. ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ ആൻഡ് റാൻ അവേ. ക്യാറ്റ് എന്ത് ചെയ്തു? ഇതാ കണ്ടില്ലേ പപ്പീൻ്റെ ചെവിയിൽ നിന്ന് ചോര വരുന്നത്? സ്ക്രാച്ച് ചെയ്തു പപ്പീൻ്റെ ഇയറിൽ. മാന്തി അല്ലേ? സ്ക്രാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മാന്തി. ചെവിക്കാണ് മാന്തിയത്. എന്നിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു പൂച്ച. വേർ വിൽ ദ ക്യാറ്റ് ഗോ? വാട്ട് വിൽ ദ പപ്പി ഡു നൗ? ഇനിയിപ്പോൾ എവിടെയായിരിക്കും ക്യാറ്റ് പോയിട്ടുണ്ടാവുക? എന്താണ് പപ്പി ചെയ്യാനി? നമുക്ക് നോക്കാം. ദ പപ്പി കെയിം ബാക്ക് ടു ഹിസ് മാറ്റ് ആൻഡ് ഫെൽ അസ്ലീപ്. നൗ ഹി ന്യൂ ഹു സെറ്റ് മ്യാവ്. അപ്പം എന്താണ്? പപ്പി തിരിച്ചു വന്നു. എന്നിട്ട് അതിൻ്റെ മാറ്റിൽ വന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ പപ്പിക്ക് മനസ്സിലായി ആരാണ് മ്യാവ് എന്ന് പറഞ്ഞത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അല്ലേ? പപ്പിക്കൊരു മാന്തും കിട്ടി പൂച്ചേൻ്റെ അടുത്തുനിന്ന്. കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഈ സ്റ്റോറി? ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. താങ്ക് യു ഓൾ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യണേ കേട്ടോ.